ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ എം ഗോവിന്ദൻ്റെ അറിവിൻ്റെ ഫലങ്ങൾ എന്ന ലേഖനത്തെ പറ്റിയാണ്. യഹോവയായ ദൈവം ആദമിനെയും അവൻ്റെ വാര്യലിൽ നിന്ന് ഹവ്വയെയും സൃഷ്ടിച്ചു. അങ്ങനെ സ്ത്രീയും പുരുഷനും ഉണ്ടായി. ദൈവം ഏദൻ തോട്ടത്തിൽ നല്ല വൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് അതിന് കാവൽക്കാരായി ആദമിനെയും ഹവ്വയെയും നിയോഗിച്ചു. പക്ഷേ അവർക്കവിടെ എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഇണയുണ്ടായിരുന്നു, അവർക്കവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു കാര്യം മാത്രം നിഷിദ്ധമായിരുന്നു, ഒരു കാര്യം മാത്രം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അറിവിൻ്റെ ഫലം തിന്നരുത് എന്നതായിരുന്നു അവർക്ക് കിട്ടിയ ഒരു ആജ്ഞ. അതുമാത്രമായിരുന്നു, അറിവിൻ്റെ ഫലം തിന്നരുത്. അപ്പോൾ അറിവിൻ്റെ ഫലം ഇല്ലാത്തതുപോലെ കൊണ്ട് തന്നെ അവർക്ക് നന്മ തിന്മകളെ പറ്റി വിവേചിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നതിനെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഭാവം, അതായത് ദൈവം തങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവർക്കവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് മറ്റെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ വലിയ തോട്ടം, അവർക്ക് അവിടെ ഇഷ്ടമുള്ളതുപോലെ നടക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അറിവിൻ്റെ ഫലം തിന്നാതിരുന്നത് കൊണ്ട് എന്താണ് നന്മ, എന്താണ് തിന്മ എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാത്രം അവിടെ കഴിഞ്ഞ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം കഴിയാനായിരുന്നു അവർക്കവിടെ വിധിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് അവനെ ആ അറിവിൻ്റെ കനി പറിച്ചു തിന്നാൻ അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് അറിവിൻ്റെ കനി പറിക്കരുത് എന്ന ദൈവവചനം കേൾക്കാതെ അറിവിൻ്റെ കനി പറിച്ചു തിന്നതിനാൽ അവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്നും അവരെ ആട്ടി അകറ്റുകയായിരുന്നു. അങ്ങനെ പിന്നീട് മനുഷ്യൻ മണ്ണിലെത്തുമ്പോൾ അവർ നന്മതിന്മകളെ പറ്റി വിവേചിക്കാനുള്ള അറിവ് നേടിയവരാണ്. അവർ അറിവിൻ്റെ ഫലം പറിച്ചു തിന്നതിനാൽ തന്നെ അവർക്ക് നന്മ എന്താണ്, തിന്മ എന്താണ് എന്നതിനെപ്പറ്റി അറിയാം. വിവേചിച്ചറിയാനുള്ള അറിവിനെ പറ്റിയുള്ള ബോധം അവർക്കുണ്ട്. അങ്ങനെ അവർ അറിവുള്ളവരായി മാറിയ ശേഷമാണ് ഭൂമിയിൽ അവർ സ്വയം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അവർക്ക് മക്കളുണ്ടായി, അവർ പുതിയ തലമുറകളെ ഉണ്ടാക്കി. അങ്ങനെ അവർ മണ്ണിനെ അറിഞ്ഞ് ദൈവത്തിന് മാത്രം സാധ്യമായിരുന്ന മനുഷ്യോൽപാദനം, ഭക്ഷണോൽപാദനം എന്നിവ മനുഷ്യന് കൂടി സാധ്യമാവുന്ന രീതിയിലേക്ക് അവൻ എത്താൻ കഴിഞ്ഞത് അറിവിൻ്റെ ഫലം ഭക്ഷിച്ചതിലൂടെയാണ് എന്നാണ് ലേഖകൻ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കപ്പെട്ട അവസ്ഥ, മറ്റെല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും അറിവില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നത് അത്രയേറെ കഠിനം തന്നെയാണ് എന്നാണ്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത് വളരെയേറെ കഠിനം തന്നെയാണ് എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി പോരാട്ടങ്ങൾ നടത്തിയാണ് മനുഷ്യൻ്റെ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അറിയാനുള്ള ശ്രമങ്ങൾ നടത്തിയാണ് അവൻ്റെ ഓരോ വിജയഗാഥകളും തുടക്കം കുറിച്ചിട്ടുള്ളത്. അങ്ങനെ നിന്നവിടെ തന്നെ നിന്ന് എല്ലാം അനുസരിച്ച് മാത്രം പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിഞ്ഞത്, മാറ്റത്തിലേക്ക് വന്നത് അറിവിൻ്റെ പുതിയ മേഖലകൾ അവൻ സ്വന്തമാക്കിയതിലൂടെയാണ്. പുതിയ രീതിയിൽ പുതിയ മേഖലകളിലേക്കും പുതിയ കാർഷികോൽപാദന രീതികളിലേക്കും വളർച്ചയിലേക്കും നാടിൻ്റെ തന്നെ പുരോഗതിയിലേക്കും നയിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ആവേശമായിരുന്നു, അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു മനുഷ്യനെ എന്നും നിയന്ത്രിക്കുകയും മനുഷ്യനെ എന്നും മുന്നോട്ട് നയിക്കുകയും ചെയ്തിരുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ വിലക്കപ്പെട്ട കനി അവൻ ഭക്ഷിക്കുകയാണ്. അപ്പോൾ വിലക്കപ്പെട്ടത് അറിയാനുള്ള ആ കൗതുകത്തിൽ അവനുണ്ടായിരുന്നത്, അവന് കുറച്ച് അറിവ് നേടണം, അവന് നന്മ എന്താണ്, തിന്മ എന്താണ്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ശരിയായിട്ടുള്ളത്, എന്താണ് തെറ്റ്, എന്താണ് ശരി, ഇതിനെല്ലാം പറ്റിയുള്ള വ്യക്തമായ അവബോധം അവന് നേടേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലുണ്ടായ അതികഠിനമായ ആഗ്രഹത്താലാണ് അവൻ ആ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നുന്നത്. ഇങ്ങനെ നമ്മളിൽ നിന്നും മാറ്റിവെക്കപ്പെട്ട് മറ്റൊരു വിഭാഗം നമ്മളിൽ നിന്നും വെച്ചിരിക്കുന്ന പലതിലുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന അറിവും ഉണ്ടാവുക. അങ്ങനെ അറിവിനെ സ്വന്തമാക്കി അറിവിലൂടെ സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ഓരോ മനുഷ്യ ജന്മത്തിൻ്റെയും ലക്ഷ്യമാവേണ്ടത്.